Trust in the Lord with all your heart and lean not on your own understanding. In all your ways, submit to Him, and He will make your paths straight. Proverbs chapter 3, verses 5 to 6. We begin with the sign of the cross in the name of the Father, and of the Son, and of the Holy Spirit. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തോട്ടുള്ളതാകുന്നു. ദയലമായ ഈശോ ശീക വാഴ്ത്തോട്ടവനാകുന്നു. വിശുദ്ധ കന്യകർത്തറിയാമമ്മേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാന്റെ വീഴ്ചകൊള്ളണമേ. ആമേൻ. ഞാൻ എൻ്റെ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നവരും ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. വിശുദ്ധിയത്തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. വരുവാതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ഒരുങ്ങിടാം. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനങ്ങൾ ചിട്ടിടുന്നു. രാജ്യം രാജ്യങ്ങളോട് തൊട്ടു തുടങ്ങിയല്ലോ. ഒരുങ്ങിടാം. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടൽ വരെ ജനം കണ്ണു നേത്താൾ വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക്. ഒരുങ്ങിടാം. ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ ഭൂവിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട് ജനം പേടിച്ചു നിർജീവരായിടുന്നു. ഒരുങ്ങിടാം. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നു. ദൈവശക്തി ത്യജിച്ചവരോടിടുന്നു. ലോകമോഹങ്ങൾക്ക് അധീനരായി തീരുന്നു താൻ. ഒരുങ്ങിടാം. വിശ്വാസത്യാഗം മുൻനടത്തണം. പല വിശ്വാസമേ തുടർന്നോടിടുന്നു. കട്ടന്മാരാവിൻ മുന്നടന്നിടുമടയാളങ്ങൾ. ഒരുങ്ങിടാം. മേഘാരൂഢനായി വന്നിടുമേ. 10,000 പേരിലും സുന്ദരണ്ടാൻ. തന്റെ കോമേളരൂപങ്ങൾ ഒരുങ്ങിടാം. മാലിന്യപ്പെട്ടിടാതോടിടുക. മണവാളൻ വരവേറ്റമടുത്തുപോയി. മണിയാകയിൽ പോയി നാം ആശ്വസിക്കാം. ഒരുങ്ങിടാം. വിശുദ്ധിയ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൻ താമസമേറെയില്ല. ബാർക്കുമോൻ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നേടിയും കീഴുകയും പാർക്കുകയും ചെയ്യുന്നവൻ
യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർ വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊണ്ടും. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം അരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടി ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. വാഴ്ത്തുമോ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. പല ദേശങ്ങളിൽ പല ഭവനങ്ങളിൽ ഇന്ന് കർത്താവെ അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവിടുന്ന് മറുപടി തന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഹായിപ്പാൻ അവിടുന്ന് അല്ലാതെ മറ്റാരുമില്ലല്ലോ നാഥ. നിങ്ങളിലേക്ക് നോക്കിയാരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ കർത്താവെ. അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബമായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്തെന്ന് കർത്താവ് അവിടുന്ന് അറിയുന്നല്ലോ. അതിന്മേലെല്ലാം ദൈവത്തിന്റെ അത്ഭുതകരങ്ങൾ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശുദ്ധ മറിയം വീടിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മക്കളെ എല്ലാം ഏൽപ്പിക്കുന്നു. കർത്താവെ, പലവിധ വിഷയങ്ങളാൽ പലവിധ രോഗങ്ങളാലൊക്കെ ഭാരപ്പെടുന്ന മക്കളുണ്ട്. വാർദ്ധക്യ സഹജമായ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും കർത്താവിന്റെ ആണിപ്പഴുതുള്ള കരം തൊട്ട് പരിപൂർണ സൗഖ്യം കൊടുത്ത് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന വചനം പറഞ്ഞിരിക്കുന്ന പ്രകാരം കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ട് മറുപടി നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക മക്കൾക്ക് താങ്ങും തണലുമായി നിൽക്കുവാൻ കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യൻസിന്റെ പാലിയേറ്റീവ് കെയർ കർത്താവെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത് പണിയുന്നവരെ ഏൽപ്പിക്കുന്നു. കർത്താവെ, എല്ലാ തക്ക സമയത്ത് പണി തീർത്ത് ഞങ്ങൾക്ക് അത് ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരുണയും കൃപയെല്ലാം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ മക്കളെ ഒരിക്കൽ കൂടി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ പലവിധ വിഷയങ്ങളുണ്ട്. കർത്താവെ, അതിന് സ്പോൺസർ ചെയ്യുന്ന മക്കളെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരൊക്കെ ആയിരിക്കുന്നിടത്ത് ഇതിൽ കൂടാൻ സംബന്ധിക്കാൻ പറ്റാത്തവരുമുണ്ട്. കർത്താവെ, അവരെല്ലാം ആയിരിക്കുന്നിടത്ത് കർത്താവിന്റെ ചിറകടിയിൽ കാത്തു പരിപാലിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോ മക്കളെ ഒരിക്കൽ കൂടി കർത്താവിന്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. പഠിക്കുന്ന മക്കള് കർത്താവെ കല്യാണപ്രായമായിരിക്കുന്നു. കല്യാണം നടക്കാത്ത കർത്താവെ ആൺമക്കളും പെൺമക്കളുമുണ്ട്. അവരെയെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അതിന്റെ ആവശ്യത്തിന്മേലെല്ലാം എന്റെ ദൈവം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അതിന്മേലെല്ലാം ദൈവം മറുപടി തന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങൾ കിടന്നിറങ്ങുമ്പോൾ കിടക്കെ യാതൊരു ആപത്തും വരുത്താതെ നല്ലൊരു പ്രഭാതം കണ്ടുടരുവാൻ കർത്താവ് അവിടുന്ന് എല്ലാ മക്കളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ ലൂക്കോസ് ശ്ലീഹ എഴുതിയ
പുസ്തകത്തിൽ 16 അധ്യായം 13 തൊട്ട് 18 വരെ വാക്യങ്ങൾ. ബാർക്കുമോർ, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യന് കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല. ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ട് അവനെ പരിഹസിച്ചു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളെ തന്നെ മനുഷ്യരുടെ നീതീകരിക്കുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായ ദൈവത്തിന്റെ മുമ്പാകെ അറപ്പത്രേ. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. എല്ലാവരും ബലാത്കാരണ അതിൽ കടപ്പാൻ നോക്കുന്നു. ന്യായപ്രമാണത്തിൽ ഒരു പുള്ളി വീണുപോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് എളുപ്പം. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ എല്ലാം വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ. നമ്മളിന്ന് വായിച്ചു കേട്ട ഭാഗത്തെ കുറിച്ച് ഓർക്കാം. പരീശന്മാരുടെ കർത്താവ് പറഞ്ഞത്. പരീശന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഏറ്റവും കർക്കശമായ ഗ്രൂപ്പാണ്. യഹൂദ സമൂഹത്തിൽ ഏറ്റവും കർക്കശമായ ഗ്രൂപ്പാണ്. അവരേറ്റവും നിയമങ്ങളൊക്കെ പാലിക്കുന്ന കൂട്ടരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. പക്ഷെ അവർ ദ്രവ്യാഗ്രഹികളായിരുന്നു. യൂസ്ഡ് എവറിത്തിങ് അവരുടെ ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ അവർക്ക് ഓറിയന്റേഷൻ ഒന്നും ഉണ്ടായിരുന്നു. പണം 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 ആ ഓറിയന്റേഷൻ ഉണ്ടായിരുന്നു. അവർക്ക് അതുകൊണ്ട് വിഷമായി. കർത്താവ് പറഞ്ഞപ്പോ കർത്താവിന്റെ നിലപാട് അവർക്ക് വിഷമായിരുന്നു. കർത്താവ് പറഞ്ഞു, ദ്രവ്യാഗ്രഹികളെ പരീശന്മാരെ എന്ന് അവരെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഓർക്കാനുള്ള ഒരു കാര്യം ഇതാണ്. നമ്മള് പണത്തിന്റെ പുറകെ പോയിട്ട് വേണ്ട, നമ്മൾ വളരെ ശ്രദ്ധിച്ച് അല്ലാതെ ജീവിക്കുന്നെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പണത്തിന്റെ കയ്യിലായി പോകും, പണത്തിന്റെ ദാസന്മാരായി തീരും. എന്ന് പറഞ്ഞാല് നമ്മൾ വളരെ ശ്രദ്ധയോടെ ജീവിച്ചില്ല എങ്കിൽ, പണപരമായ കാര്യം വളരെ ശ്രദ്ധയോടെ ഇടപെട്ടില്ല എങ്കിൽ പണം നമ്മുടെ യജമാനായി തീരുകയും നമ്മൾ ദാസന്മാരായി തീരുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ, ആത്മീയ അനുഭവങ്ങളൊക്കെ നഷ്ടപ്പെടുകയും നിത്യതയ്ക്ക് അർഹതയില്ലാത്തവരായി തീരുകയും ചെയ്യും. നമുക്ക് പണപരമായിട്ട് കൊണ്ടായിരിക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത്, നാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ഉപയോഗിക്കണം, ആവശ്യങ്ങൾക്ക് വേണ്ടി പണം സമ്പാദിക്കണം. പണം ഒരിക്കലും നമുക്ക് മാസ്റ്റർ ആകരുത്. മെനി പീപ്പിൾ ആർ their masters are money and they are the servants. ബാങ്കിലെ അക്കൗണ്ട് നോക്കി, മറ്റു സൗകര്യങ്ങൾ നോക്കി, അല്ലെങ്കിൽ സമ്പത്തിന്റെ സൗകര്യങ്ങളൊക്കെ നോക്കിയാണ് പലരും ജീവിക്കുന്നത്. എല്ലാവരും മറ്റുള്ളവരെ വിലയിടുന്നത് പോലും അവൻ എന്ത് ജോലി ചെയ്യുന്നു, എന്ത് ശമ്പളം കിട്ടുന്നു, എങ്ങനെയുള്ള കാറുകൾ ഉപയോഗിക്കുന്നു, എങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു, എങ്ങനെയുള്ള വീട്ടിൽ പാർക്കുന്നു. ലോകപ്രകാരമാണ് എല്ലാവരെയും കാണുകയും അറിയുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്. അങ്ങനെയല്ലല്ലോ. കർത്താവ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ കൂടി. Pharisees, we loved money and had all those things were no one can serve two masters. Either you will hate the one and love the other, or you will be devoted to one and despise other. You cannot serve both God and money. അവരെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അവര് പറയുന്നത്, കർത്താവ് പറയുന്നത്, അവരെ കുറിച്ച് പറയുന്നത് നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കാം. അബോമനങ്ങളാണ്, കർത്താവിന് അബോമനങ്ങളാണ് പണത്തോടുള്ള നിലപാട്. നമ്മുടെ നിലപാട്, അവരുടെ നിലപാട് ലോകത്തിനു മുമ്പിൽ വിലയുള്ളതെല്ലാം ദൈവത്തിനു മുമ്പിൽ വളരെയേറെ വില കുറഞ്ഞതാണ്. ലോകത്തിനു മുമ്പിൽ വിലയുള്ളതായ സമ്പത്ത് സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ കുറച്ചു നാളത്തേക്ക് നമുക്ക് അതിന്റെ പിന്നാലെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മളൊക്കെ കൈവിട്ടു പോകും. ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അക്കരെ ചെല്ലുമ്പോൾ, തിരശ്ശീലക്കപ്പുറം ചെല്ലുമ്പോൾ നമുക്ക് ഉള്ളത് ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമാണ്, ദൈവത്തിന്റെ കൃപ മാത്രമാണ്. അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടത് സൽഗുണങ്ങളാണ്. സ്നേഹ, സമാധാനം, സന്തോഷം, സത്യം, ദിവ്യത്വം, ദയ, കരുണ, പരോപകാരം, ഇന്ദ്രിയജയം എന്നുള്ള ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. അപകാരമുള്ള ഉദാഹരണം പറഞ്ഞാൽ 2 യജമാനന്മാരെ ആർക്കും സേവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ തെളിവാണല്ലോ അടുത്തത് രാഷ്ട്രീയമായി സംഭവിച്ചത്. നമ്മൾ 2 പേരെ സേവിക്കാൻ ശ്രമിക്കും, 2 കൂട്ടരെ സേവിക്കാൻ എന്റെ വാക്കുകൾ ചുരുങ്ങി പോവുകയാണ്. 2 കൂട്ടരെ സേവിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ വ്യക്തമായ കാര്യമാണ് രാഷ്ട്രീയമായിട്ട് മിഡിൽ ഈസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. മുസാദിനെ സേവിക്കുന്നവരുണ്ട്, മറ്റേ
ഹിസ്ബുള്ളയെ സേവിക്കുന്നവരുണ്ട്. ഹിസ്ബുള്ളയെ സേവിക്കാൻ വേണ്ടി പണം മേടിക്കുന്നു, അവർ മൊസാദിനെ സേവിക്കുന്നു. അങ്ങനെയാണല്ലോ അവിടെ നടക്കുന്നത്. ഒരു യജമാനെ സേവിക്കാനേ പറ്റുള്ളൂ ഒരാൾക്ക്, 2 യജമാനെ സേവിക്കാൻ പറ്റില്ല. അത് വ്യക്തമായിട്ടുള്ള അവിടെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടല്ലോ. കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിലും പല കാര്യങ്ങളും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി വധിച്ചത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണല്ലോ. അദ്ദേഹത്തിന് ഇന്ദിരാഗാന്ധിയിൽ പണം സ്വീകരിച്ചവരായിരുന്നുള്ള അവരെ വഹിച്ച് കൊന്നത്. പണംപരമായിട്ടാണെങ്കിലും കൂറ് വെച്ചാണ്. ഒരാൾക്ക് 2 പേരുടെ കൂറാവാൻ സാധിക്കില്ല. നമ്മുടെ കൂറ് ആരുടെയാണ്? നമ്മുടെ കൂറ് ആരോടാണ്? ദൈവത്തോടാണോ മനുഷ്യനോടാണോ എന്നുള്ള ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. അതിനുള്ള കൃപയാണെങ്കിൽ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഫരിസീസിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവർ ദൈവത്തിന്റെ അവരുടെ ഏറ്റവും സ്ട്രിക്റ്റ് ഗ്രൂപ്പായിരുന്നു. പക്ഷെ അവർ മണിയായിരുന്നു അവരുടെ ഓറിയന്റേഷൻ. Jesus says that the wealth is very little compared to the heavenly riches. മണിയുടെ സ്ഥാനം നമുക്ക് കംഫർട്ട് തരാനും ആവശ്യങ്ങളുള്ളതായി മണി നമ്മുടെ മാസ്റ്റർ ആകരുത്. God is our master. The money will be serving us. If money is our master, God won't be with us. ആ കാര്യം ഓർപ്പിക്കുകയാണ് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നാഥ, ഈ നിമിഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. വളരെയേറെ മനക്ലേശങ്ങളുണ്ട് കർത്താവ്, ഇനി അറിയുന്നവല്ലോ ഞങ്ങൾക്കെല്ലാം. സന്തോഷിക്കുന്നു നാഥ. നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിനക്ക് വേണ്ടി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. നിനക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു നാഥ. നിനക്ക് വേണ്ടി ചിന്തിപ്പാൻ പ്രവർത്തിപ്പാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് നാഥ. എന്നാൽ ലോകത്തിന്റെ വെല്ലുവിളികളും പ്രയാസങ്ങളും ചലഞ്ചസും കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ കുറെ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന നാഥ. നിന്നോട് ഇഷ്ടപ്പെടാൻ തോന്നുന്ന കുറെ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ട് കുടുംബങ്ങൾ കുറെ പേര് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ. വളർന്നു വരുന്ന മക്കളെ അനുഗ്രഹിക്കണമേ ദൈവമേ. വളർന്നു വരുന്ന പെൺകുട്ടികളെ അനുഗ്രഹിക്കണമേ ദൈവമേ. ജീവമാർഗങ്ങളെ അന്വേഷിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കുടുംബസമാധാനം വേണ്ടി പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. കർത്താവും ദൈവമേ, എത്രയോ രോഗികളായിട്ടുണ്ട്, പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്, കരുതപ്പെടാത്ത മാതാപിതാക്കന്മാരുണ്ടല്ലോ, അവരുടെ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. കർത്താവും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കൂടാതെ ഞങ്ങളുടെ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിചാര്യത്തിന്റെ എല്ലാവർക്കും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതത്തിന്റെ കൃപയും പരിശുദ്ധരോട് സംബന്ധ സഹവാസം എല്ലാവരും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.